വെറുതെ ഇരുന്നപ്പോൾ ആലോചിച്ചാണ് ഒരു പെറ്റിനെ വാങ്ങിയാലോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഡ്രസ്സും മാറി നേരെ ബൈക്ക് എടുത്ത് വിട്ടു. ഹോസ്റ്റലിൽ വളർത്താൻ പറ്റുന്നൊരു പെറ്റായിരിക്കണം, അതേപോലെ ആർക്കും അത്ര ശല്യവും മെയിൻ്റെനൻസും കുറച്ച് പെറ്റായിരിക്കണം. അപ്പോൾ അതിനുള്ള ഒരേ ഒരു പെറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീനാണ്. അപ്പോൾ ഒന്നും നോക്കിയില്ല, കൂട്ടുകാരനെ കൂട്ടി നേരെ ഞാൻ കോഴിക്കോടേക്ക് വിട്ടു. കോഴിക്കോട് പോയി നോക്കി, അവിടെയുള്ള നല്ലൊരു ഷോപ്പിൽ, ഞാൻ എപ്പോഴും മീൻ വാങ്ങുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് എൻ്റെ അടുത്ത് കുറേ മീനിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പണ്ട് എക്സാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഇങ്ങനത്തെ ഈ ഷോപ്പിൽ നിന്നായിരുന്നു ഞാൻ 10 രൂപയ്ക്കോ 5 രൂപയ്ക്കൊക്കെ മീൻ വാങ്ങിയിട്ട് ഒരു ലോഡ് മീനിനെ വാങ്ങുക. മിക്സ്ഡ് ആയിട്ടുള്ള ഗപ്പീസിനെ വാങ്ങിയിട്ട് ഞാൻ കൊണ്ടുപോയി ഒരു വീട്ടിലേക്ക് കൊണ്ടുവരാം. എന്തിനാ അധികം വളർത്തുന്നില്ല, കുറച്ച് 2 ദിവസം കഴിയുമ്പോൾ ആയിട്ട് എല്ലാം ചത്തുപോകും. അതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങായിരുന്നു. അപ്പോൾ പണ്ട് എനിക്ക് ഈ ഒരു മീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസ് ആയിരുന്നു. അപ്പോൾ വെച്ച് മീനിനെ തന്നെ പിന്നെയും വാങ്ങാമെന്ന്. അപ്പോൾ ഞാൻ പോയ ഷോപ്പിലാണെങ്കിൽ ആകെ 2 വെറൈറ്റി ഗപ്പിയല്ലായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ കൊണ്ടുനടക്കുകയാണെങ്കിൽ കുറച്ച് മെയിൻ്റെനൻസും ഉണ്ട്. അതേപോലെ ഇത് ആൽബിനോ ആയതുകൊണ്ട് പ്യൂരിഫയറും വാട്ടർ ഫിൽറ്ററും ഒക്കെ ഭയങ്കര അത്യാവശ്യമുള്ള കാര്യം. അപ്പോൾ ഞാൻ അതൊന്നും എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേറെ ഷോപ്പിൽ കയറി തപ്പിപ്പിടിച്ചാൽ പോകുന്നെങ്കിൽ, അപ്പോൾ ഉള്ളിൽ തന്നെ ഒരു സഫാദാർ വേറൊരു അക്വേറിയം ഷോപ്പിൽ പോയത്. അവിടെ കുറേ പട്ടിക്കുട്ടികളും പൂച്ചക്കുട്ടികളും, പിന്നെ കുറച്ച് ഐറ്റങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പിച്ച്. എനിക്ക് മൃഗങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് കുറച്ച് ഐഡിയകളും കളിച്ച് പിന്നെ വന്ന കാര്യത്തിൽ നടക്കേണ്ടി വെച്ച് മീൻ വാങ്ങാൻ കയറി. അവിടെ ആണെങ്കിൽ ഒരു മീനിനെ ഇഷ്ടപ്പെട്ടു, അതിനെ അങ്ങ് വാങ്ങി. പിന്നെ നോക്കില്ല, ചെടി വാങ്ങാൻ വേണ്ടി മറ്റേ ഷോപ്പിലേക്ക്. അവിടെ ആണെങ്കിൽ ചെടിയുള്ള കുറച്ച് കുഞ്ഞൊരു മീൻകുട്ടി. അവിടെ നിന്ന് ഇറങ്ങി കോഴിക്കോടാണെങ്കിൽ ഒടുക്കത്തെ ബ്ലോക്കും. പിന്നെ ഞാനൊരു ചെറിയൊരു ഫിഷ് ബൗളും വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ വാങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വാഷ് ചെയ്തൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ വെള്ളം നിറച്ച് നമ്മളെ മീൻകുട്ടികളുടെ അതിലേക്ക് അങ്ങ്. സോ ഞാൻ വാങ്ങിയത് ഈ ഒരു ടൈപ്പ് ഗപ്പിനാണ്. ഇതിൻ്റെ ബ്രീഡിൻ്റെ പേരൊന്നും അറിയില്ല, അത് ആ ഷോപ്പിലുള്ള ആൾക്കും അറിയില്ലായിരുന്നു. സോ ഞാൻ ഇതിനെയാണ് വാങ്ങിയത്. പിന്നെ അവ ലോ മെയിൻ്റെനൻസ് ആണ്, നമുക്ക് അധികം സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അതേപോലെ നല്ലോണം വളർന്നോളും മീറ്റിങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.